മറ്റൊരു സമര വാർത്തയിലേക്കാണ് കോഴിക്കോട്ടേക്ക്. സ്റ്റൈപ്പൻഡ് മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. OP ബഹിഷ്കരിച്ചത് രോഗികളെ വലച്ചു. മരുന്ന് വിതരണവും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണവും നിലച്ചത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ഇപ്പോൾ സ്റ്റൈപ്പൻഡ് മുടങ്ങുന്നത്. ഫെബ്രുവരി മാസത്തിലെ സ്റ്റൈപ്പൻഡാണ് PG വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ളത്. വൈകിട്ടോടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുമായി ഇന്നലെ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. അനിശ്ചിതകാല സമരം ആരംഭിച്ച PG ഡോക്ടർമാർ OP ബഹിഷ്കരിച്ചു. ഇതോടെ ചികിത്സ ഭാഗികമായി നിലയ്ക്കുകയും പല സേവനങ്ങളും മുടങ്ങുകയും ചെയ്തു. ഓർത്തോ വിഭാഗത്തിലാണ് കാര്യമായ പ്രതിസന്ധി. നിന്റെ കാലിന് ഇവിടെ ഇത് ലേശം പൊട്ടുണ്ടായിരുന്നു. 2 മാസമായി കാണിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, മരുന്ന് കൈ തന്നിട്ടുണ്ട് ഡോക്ടർ. വേറെ ഡോക്ടർ ഉണ്ട്, ഞാൻ കാണിക്കുന്ന ഡോക്ടർ പകരം വേറെ ഡോക്ടർ ഉണ്ട്. അന്ന് വെട്ടാൻ ആളില്ല, ഒരില്ലേ. എൻ്റെ പണിക്കാരുണ്ടല്ലോ വെട്ടുന്നത്, ഒരില്ല എന്നുള്ളൂ. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അന്നിപ്പോൾ ഡോക്ടറെ കാണിക്കാമെന്നും പറഞ്ഞു, മെയിൻ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു. ICU ശസ്ത്രക്രിയാ വിഭാഗങ്ങൾ ആദ്യഘട്ടത്തിൽ ബഹിഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ അത്യാഹിത വിഭാഗങ്ങളിലേക്കും സമരം വ്യാപിപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ അവഗണിക്കുന്നതായും പരാതിയുണ്ട്. ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ പോകാനിരുന്നതാണ്. പക്ഷേ രോഗികളെ മാനിച്ചും അവരുടെ ചികിത്സാ ബുദ്ധിമുട്ടുകളെ മാനിച്ചിട്ടുമാണ് നമ്മൾ ഒരു ദിവസം കൂടി നമ്മൾ അധികൃത സമയം കൊടുത്തത്. നമ്മൾ 10-ാം തീയതി മുതൽ ഇതിനു വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഒരുവിധ വിശദീകരണമോ അല്ലെങ്കിൽ ഒരു 2ാം തരം മനോഭാവമാണ് നമ്മളോട് കാണിക്കുന്നത്. പ്രിൻസിപ്പളുമായി ചർച്ച നടത്തിയപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ നമുക്ക് പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാ പേപ്പേഴ്സും എല്ലാം സമയത്തിന് തന്നെ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ്, എവിടെയാണ് ഈ കാലതാമസം വന്നിരിക്കുന്നത് എന്ന് ആർക്കും കറക്റ്റായിട്ട് പറയാൻ കഴിയും. എല്ലാവരും കൈമലത്തുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രം, അവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും എല്ലാ മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടും ഇവിടെ മാത്രം എന്തുകൊണ്ട് PG വിദ്യാർത്ഥികൾക്ക് മാത്രം ഈ സ്റ്റൈപ്പൻഡ് ഇത്രയും കാലതാമസം വന്നു? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം സ്റ്റൈപ്പൻഡ് മുടങ്ങാനിടയാക്കിയ സാഹചര്യം എന്തെന്ന് വ്യക്തമല്ല. IMAയും സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. മരുന്നും ഉപകരണങ്ങളും വിതരണക്കാർ നിർത്തിവെച്ച് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടെയാണ് ചികിത്സ കൂടി മുടങ്ങുന്ന നിലയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തുന്നത്. മരുന്നില്ല, സ്റ്റെൻഡില്ല, സ്റ്റൈപ്പൻഡില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി നേരിടുന്ന പ്രതിസന്ധിക്കുള്ള ഉത്തരം ആരു നൽകുമെന്നോ എന്താണ് പ്രതിവിധിയെന്നോ പറയാൻ ആളില്ല. വീഡിയോ ജേർണലിസ്റ്റ് KV മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.